കോഴിക്കോട് കടപ്പുറം. ഈ കടൽത്തീരം അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ടതാണ്. കോഴിക്കോട് സന്ദർശിച്ച് മടങ്ങിയ ഒരാൾ പോലും വീണ്ടും വീണ്ടും വരാതിരിക്കില്ല ഈ കടപ്പുറം കാണാൻ. പൊതുപരിപാടികളും യോഗങ്ങളും നടത്താറുണ്ട് ഈ ബീച്ചിൽ. പ്രധാന സ്ഥലം എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ച് തന്നെയാണ്. ഒരു ലയൺസ് പാർക്കും അക്വേറിയവും അടുത്തായി തന്നെ ഉണ്ട്. ഇവാൻസ് റോഡ് എന്നറിയപ്പെടുന്ന ബീച്ച് റോഡിനെ 1934 ഗാന്ധിജിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ഗാന്ധി റോഡ് എന്ന് പേരിട്ടത്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ റോഡിന് ഗാന്ധി റോഡ് എന്നാണ് പേര്. ഓരോ ദിവസവും നിരവധി ആൾക്കാരാണ് കോഴിക്കോട് ബീച്ചിൽ വന്നു മടങ്ങുന്നത്. നിരവധി കപ്പലുകളും കോഴിക്കോട് ബീച്ചിൽ വരാറുണ്ട്. കേരളത്തിലുള്ള ബീച്ചുകളിൽ വെച്ച് അതിമനോഹരമായ ഒരു ബീച്ച് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് കടപ്പുറം. ഈ കൊറോണ കാലത്ത് കോഴിക്കോട് വന്ന മാറ്റങ്ങൾ കണ്ടാൽ പലവരും ഞെട്ടിപ്പോകും. കോഴിക്കോട് ബീച്ച് അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചെസ് ബോർഡുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കോഴിക്കോട് ബീച്ചിലെ നടപ്പാത. ചിത്രങ്ങളും വർണ്ണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചുമരുകൾ. ലൂഡോ ബോർഡുകളും ഐ ലവ് കോഴിക്കോട് എന്ന ബോർഡുകളും സെൽഫി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിൽ പോയൊരവസ്ഥയാണ്. കോഴിക്കോടിൻ്റെ രൂപം അടിമുടി മാറിയിരിക്കുന്നു. കോഴിക്കോട് ബീച്ചിലൂടെ നടന്നു പോകുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. ആദ്യം കണ്ടപ്പോൾ ആകാംക്ഷ തോന്നി, പിന്നെ കണ്ടപ്പോൾ കുറച്ച് പരിഭ്രാന്തിയും തോന്നി. എന്നാലും അത് കണ്ടിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ആരാണെന്നറിയണോ? ഇത് അസീസിക്ക, കോഴിക്കോടുകാരനായ അസീസിക്ക. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാൽ 33 വർഷമായി നായ്ക്കൾക്കും പരുന്തുകൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നു. ഒരു നേരമല്ല കേട്ടോ, 3 നേരവും നമ്മൾ അസീസിക്കയെ കടപ്പുറത്ത് തന്നെ കാണാം. രാവിലെ 10 മണി, ഉച്ചയ്ക്ക് 1 മണി, രാത്രി 8 മണി. ഈ 3 നേരങ്ങളും കറക്റ്റ് ടൈം അസീസിക്ക കടപ്പുറത്തുണ്ടാവും. ഒന്ന് ചൂളമടിച്ചാൽ അസീസിക്കയുടെ വിളി കേട്ട് ഓടി വരുന്നത് ആരൊക്കെയാണെന്നറിയോ? പരുന്തുകളും കാക്കകളും നായ്ക്കൂട്ടങ്ങളും ഒക്കെ പറന്നെത്തുമിങ്ങ്. ചിക്കൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒന്നുമല്ല അസീസിക്ക ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ കറി വെക്കുന്ന, അതായത് മനുഷ്യർ കറി വെക്കുന്ന അതേ കഷ്ണങ്ങൾ ചെറുതായി കൊത്തിയരിഞ്ഞ് പരുന്തുകൾക്കും കാക്കകൾക്കും കൊത്തിയെടുത്ത് കൊണ്ടാവാവുന്ന രൂപത്തിലാക്കി. അങ്ങനെയാണ് അസീസിക്ക അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. 15 വയസ്സ് മുതലാണ് അസീസിക്ക ഇവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 33 വർഷമായി. ഇനി മരണം വരെയും അസീസിക്ക ഇത് തന്നെ ചെയ്യുമെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബീച്ചിൻ്റെ സൈഡിലുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അസീസിക്കയുടെ വീട്. ഭാര്യയും 3 മക്കളുമുണ്ട്. അസീസിക്കയ്ക്ക് ആക്രി കച്ചവടമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നതും ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും. പരുന്തുകൾക്കും നായ്ക്കൾക്കും മാത്രമല്ല കേട്ടോ, ഉറുമ്പുകൾക്കും വവ്വാലിനും ഒക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഉറുമ്പുകൾക്ക് എന്താ കൊടുക്കുക എന്ന് വെച്ചപ്പോൾ അസീസിക്കയുടെ മറുപടി ബിസ്ക്കറ്റ് എന്നായിരുന്നു. അസീസിക്ക രാത്രി ഭക്ഷണം കൊടുക്കുന്നത് വവ്വാലുകൾക്കാണ്. വവ്വാലിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ചക്ക, മാങ്ങ, പഴം, സപ്പോട്ട എന്നിവയാണ് കൊടുക്കാറ്. എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് വവ്വാലിന് ഭക്ഷണം കൊടുക്കാറില്ല. നിപ്പ വന്നതോടെ ഫോറസ്റ്റുകാർ ഇടപെട്ട് അത് നിർത്തി. അതുകൊണ്ട് വവ്വാലിന് ഇപ്പോൾ രാത്രി ഭക്ഷണം കൊടുക്കാറില്ല അസീസിക്ക. അസീസിക്ക പറയുന്നത്, ഞാൻ വിളിച്ചാൽ വരാത്ത ജീവികൾ ഒന്നുമില്ല എന്ന്. എൻ്റെ ചൂളമണി കേട്ടാൽ എവിടെ നിന്നായാലും പരുന്തുകളും കാക്കകളും പറന്നെത്തുമെന്നാണ് അസീസിക്ക പറയുന്നത്. ഇന്നും രാവിലെ കോഴിക്കോട് ബീച്ചിൽ പോയാൽ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. രാവിലെ മാത്രമല്ല, രാവിലെ 10 മണി, ഉച്ചയ്ക്ക് 1 മണി, രാത്രി 8 മണി. ഈ 3 നേരങ്ങളിൽ പോയി കഴിഞ്ഞാലും അസീസിക്കേനെയും കൂട്ടുകാരെയും നമുക്ക് കടപ്പുറത്ത് കാണാൻ കഴിയും. ഒരു പ്രഭാത സവാരിക്ക് പോയപ്പോൾ ഞാൻ കണ്ട ഒരു അതിമനോഹരമായ കാഴ്ചയായിരുന്നു അസീസിക്കയെ. അസീസിക്കയെക്കുറിച്ച് നിങ്ങളും അറിയണമെന്ന് തോന്നി. അസീസിക്കയും കൂട്ടുകാരെയും പരിചയപ്പെട്ടല്ലോ. ഇനി അസീസിക്കയും കൂട്ടുകാരുടെയും ഒരു ചെറിയ വീഡിയോ കാണാം. പരുന്തുകളെയും നായ്ക്കൂട്ടങ്ങളെയും കണ്ട് അടുത്തൊന്നും പോയില്ല, വളരെ ദൂരെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.